പാകിസ്ഥാൻ 1959 അയൂബ് ഖാനെ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എന്ന് പറയാം ഫീൽഡ് മാർഷലാക്കി. അതിനുശേഷം വേണമെങ്കിൽ പഹൽഗാം ആക്രമണത്തിന് കാരണഭൂതൻ എന്ന് വരെ പറയാവുന്ന അസിം മുനീർ എന്ന പട്ടാള മേധാവിയെ ഇപ്പോൾ ഫീൽഡ് മാർഷലാക്കിയിരിക്കുന്നു. വലിയ പരാജയമാണ് പാകിസ്ഥാൻ ഉണ്ടായത്. എന്നിട്ടും ഈ അസിം മുനീറിനെ ഫീൽഡ് മാർഷലാക്കിക്കൊണ്ട് ഇന്ത്യയോടും ലോകത്തോടും പാകിസ്ഥാൻ എന്താണ് പറയുന്നത്? അതിൽ ഈ അയൂബ് ഖാന് ഫീൽഡ് മാർഷലാക്കിയതല്ല, പുള്ളി ആയതാണ്. പ്രസിഡന്റ് കൂടിയായിരുന്നു അല്ലേ അവിടെ? അന്ന് പുള്ളിയൊരു മൂസ ഖാൻ അങ്ങനെ ജനറലാക്കി വെച്ചു. അയൂബ് ഖാൻ പ്രസിഡൻ്റായി. ഈ ജനറലായി കഴിഞ്ഞപ്പോൾ മൂസ ഖാൻ്റെ സ്വഭാവം മാറി. അയാൾ കാര്യങ്ങൾ മുഴുവൻ കയ്യിലെടുത്തു. അയൂബ് ഖാന് ഒരു വെയിറ്റ് ഇല്ല എന്നുള്ള സ്ഥിതി വന്നു. അപ്പോൾ ഈ വെയിറ്റ് ഉണ്ടാക്കാൻ എന്താ ചെയ്യുക? പട്ടാളത്തിൽ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള ആളിനാണ് വെയിറ്റ്. അപ്പോൾ ടോപ്പ് റാങ്ക് മൂസ ഖാന് കൊടുത്തു. ഇദ്ദേഹം പട്ടാളക്കാരനാണെങ്കിലും പ്രസിഡൻ്റ് ആണെങ്കിലും മൂസ ഖാൻ്റെ പവറില്ല. മൂസ ഖാൻ ഈസ് ദ ടോപ്പ് മോസ്റ്റ് മിലിറ്ററി ഓഫീസർ. അപ്പോൾ ഭുട്ടോ അയൂബ് ഖാന് ഉപദേശിച്ചു കൊടുത്ത ഒരു ബുദ്ധിയാണ് ഫീൽഡ് മാർഷലാക്കും. അപ്പോൾ ആര് ഫീൽഡ് മാർഷലാക്കും? പ്രസിഡൻറ്റ് ഇയാളാണ്, അയൂബ് ഖാൻ തന്നെയാണ്. ആരപ്പോൾ ഫീൽഡ് മാർഷൽ പദവി കൊടുക്കും? ഭുട്ടോ അതിന് 2 പേജ് ന്യായം എഴുതി അയൂബ് ഖാൻ കൊടുത്തു. ഭുട്ടോ തിരിച്ചെറുപ്പമാണ്, പക്ഷേ ഭുട്ടോ വക്കീലാണ്. അസാമാന്യ വാക്സാമർഥ്യവും എന്ത് പോക്കൃത്തിനും ന്യായീകരിക്കാനുള്ള സാമർഥ്യമൊക്കെ ഉള്ളവനാണ് ഭുട്ടോ. ഭുട്ടോ നിസ്സാര വ്യക്തിയായിരുന്നില്ല കേട്ടോ. പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആൾക്കൂട്ടം ഭുട്ടോയുടെ പ്രസംഗം കേൾക്കാനാണ്. 2 ലക്ഷം ആളുകളാണ് കൂടുന്നത് അന്നത്തെ കാലത്ത്. ഭുട്ടോ പ്രസംഗവേദിയിൽ പൊട്ടിക്കരയുകയൊക്കെ ചെയ്യും. ഭയങ്കര ഹിസ്റ്ററിയോണിക് ഡ്രമാറ്റിക് ആയിട്ടുള്ള അവതരണമാണ് ഭുട്ടോയുടെ. അല്ലാതെ വെറുതെ ഈ ബോറൻ നമ്മുടെ പിണറായി വിജയനൊക്കെ ചെയ്യുന്ന പോലെ ഒരേ സ്ഥായിൽ അങ്ങനെയൊന്നുമല്ല. അത് വലിയൊരു കെട്ടുകാഴ്ചയാണ് ഭുട്ടോയുടെ പ്രസംഗം. അപ്പോൾ ഭുട്ടോ കരയുമ്പോൾ ജനങ്ങൾ കരയും, ഭുട്ടോ ചിരിക്കുമ്പോൾ ജനങ്ങൾ ചിരിക്കും, ഭുട്ടോ ഈ ദേഷ്യം വരുമ്പോൾ ജനങ്ങൾക്ക് ദേഷ്യം വരും. ഇങ്ങനത്തെ ഈ ഭുട്ടോ ഇതിൻ്റെ ന്യായം എഴുതി കൊടുത്തു. സ്വയം ഫീൽഡ് മാർഷലായിട്ട് നമ്മൾ ജവഹർലാൽ നെഹ്റുവിന് തന്നെ ഭാരതരത്നം കൊടുത്തില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി അയൂബ് ഖാൻ ചെയ്ത് പുള്ളി സ്വയം ഫീൽഡ് മാർഷലായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ മൂസ ഖാൻ്റെ മുകളിലായി ഒരു സ്റ്റാർ കൂടെ വെച്ച് 5 സ്റ്റാർ ജനറൽ എന്നൊക്കെ പറയും. ഇവരൊക്കെ 4 സ്റ്റാർ ജനറൽമാരാണ്. 5 സ്റ്റാർ ജനറലാണ് ഫീൽഡ് മാർഷൽ. അപ്പോൾ അങ്ങനെ സ്വയം 5ാമത്തെ സ്റ്റാറും കൂടെ വെച്ച് ഉടുപ്പിട്ട് പുള്ളി അങ്ങനെ. ഇപ്പോൾ ആസിം മുനീർ ഒരു ഈ ഉരൽ വിഴുങ്ങുമ്പോൾ വിരൽ കൊണ്ട് മറയ്ക്കണമെന്ന് പറയില്ല. അങ്ങനെ ഈ നമ്മുടെ ഷെഹബാസ് ഷെരീഫാണ് ആസിം മുനീറിന് ഇത് കൊടുക്കുന്നത്. ഫീൽഡ് മാർഷൽ ഷെരീഫിനെ പ്രധാനമന്ത്രിയാക്കിയത് ആസിം മുനീർ. അതൊക്കെ വെച്ചാൽ എൻ പൃഷ്ഠം നീ ചൊറിഞ്ഞിടിൽ നിൻ പൃഷ്ഠം ഞാൻ ചൊറിഞ്ഞില്ല. വാസ്തവത്തിൽ ഷെഹബാസ് ഷെരീഫിൻ്റെ പൃഷ്ഠം ചൊറിയേണ്ട ആവശ്യമൊന്നും ആസിം മുനീറിനില്ല. ആസിം മുനീറാണ് ഡീഫാക്റ്റോ ഈ കലാപരിപാടിയെല്ലാം നടക്കുന്നത്. ഷെഹബാസ് ഷെരീഫ് ഇങ്ങനെ പുള്ളി പറഞ്ഞു കേട്ടില്ലേ, ഈ സേനാപതി വസീർ എ സംതിങ് ഒരു വാക്ക് ഉറുദു ആണത്. ആ പേരാണ് ഇയാൾ ആസിം മുനീറിനെ വിളിക്കുന്നത്. അല്ലാതെ മിലിറ്ററി ജനറൽ എന്നോ മൈ ജനറൽ എന്നോ ദ മിലിറ്ററി ചീഫ് എന്നോ അങ്ങനെയൊന്നും അല്ല. സേനാപതി എന്നർത്ഥം വരുന്ന വാക്കാണ് ഷെഹബാസ് ഷെരീഫ്. ഉറുദുവിൽ അതിൻ്റെ ആ വാക്കിപ്പോൾ എനിക്ക് വരുന്നില്ല. അപ്പോൾ അത് വിളിച്ചാണ്. അതുകൊണ്ട് ഷെഹബാസ് ഷെരീഫിന് വലിയ വിലയൊന്നുമില്ല. എല്ലാം തീരുമാനിക്കുന്ന ആസിം മുനീർ. അപ്പോൾ ആസിം മുനീറിന് ഒരു ഫീൽഡ് മാർഷൽ പദവി കൊടുക്കാൻ ഷെഹബാസ് ഷെരീഫിനോട് ആസിം മുനീർ ആവശ്യപ്പെടുന്നു. ഷെഹബാസ് ഷെരീഫ് കൊടുക്കുന്നു. അങ്ങനെ ആസിം മുനീർ 5 സ്റ്റാർ ജനറലാണ്. ഇനി അങ്ങോട്ട് ആസിം മുനീർ ഭരണം പിടിച്ചെടുത്തു എന്ന് വരാം. ഷെഹബാസ് ഷെരീഫിനെ തടവിലാക്കുക, അല്ലെങ്കിൽ അവരുടെ യൂഷ്വൽ ഡെസ്റ്റിനേഷൻ ഇംഗ്ലണ്ടാണ്. ഈ ഷെരീഫ്മാർ എല്ലാം പോയി, നവാസ് ഷെരീഫ് മറ്റേത് മറിച്ച് ഒക്കെ ഇംഗ്ലണ്ടിൽ പോയാണ് പാകിസ്ഥാൻകാരുടെ അവസാനം. ഇവർ ആയ കാലത്ത് നല്ല കാശുണ്ടാക്കും പാകിസ്ഥാനിൽ. പട്ടാളക്കാരും അതെ, നോൺ പട്ടാളക്കാരും അതെ, നല്ല കാശുണ്ടാക്കും. ഈ സ്വത്തെല്ലാം ഇവർ കൂട്ടിവയ്ക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. ഒരൊറ്റ ഫ്ലൈറ്റ് എടുക്കുന്നു, പോകുന്നു, ഇസ്ലാമാബാദ് ടു ഹീത്രൂ കഴിയും, പണി കഴിയും. അല്ലെങ്കിൽ റാവൽപിണ്ടി ടു ഹീത്രൂ. അങ്ങനെ അവിടെ പോയി സെറ്റിൽ. ഈ ഷെഹബാസ് ഷെരീഫും നാളെ ഒരൊറ്റ മുങ്ങും. അന്ന് രാത്രി പാകിസ്ഥാനിൽ പട്ടാള വിപ്ലവം നടന്നതായിട്ട് നടന്നതായിട്ട് പ്രഖ്യാപിക്കപ്പെടും.
ആസിം മുനീർ പ്രധാനമന്ത്രിയാവും. കിരീടാവകാശിയായിട്ട് വാഴിക്കപ്പെടും. ഇങ്ങനെ പാകിസ്ഥാനിൽ സംഭവിച്ചു എന്ന് വരാം. അങ്ങനെ ഇവർ ഇംഗ്ലണ്ടിലോ എവിടെയെങ്കിലും പോയി കലാശിക്കുക, പാകിസ്ഥാൻ കംപ്ലീറ്റ് ആസിം മുനീറിൻ്റെ കയ്യിൽ വരും. ഇതിൽ വേറൊരു ഉദ്ദേശം കൂടെയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ വാസ്തവത്തിൽ നമ്മൾ പാകിസ്ഥാൻ്റെ കഴുത്ത് തറയിലിട്ട് ചവിട്ടി ഞെരിച്ച് പിടിച്ചിരിക്കുകയാണ്. റിലീസ് ചെയ്തിട്ടുമില്ല, അമർത്തുന്നുമില്ല, പിടിച്ചിങ്ങനെ വെച്ചിരിക്കുക. ആ അവസ്ഥയാണ് പാകിസ്ഥാൻ. പക്ഷേ ആ അവസ്ഥയിൽ പോലും അവർ ജയിച്ചു എന്ന് ലോകത്തെ അറിയിക്കണം എന്നോർക്കുന്നത്. ഒരു ഫോട്ടോ കയ്യിലില്ല, ഒരു സാറ്റലൈറ്റ് ഇമേജ് കയ്യിലില്ല, ഒന്നുമില്ല. എന്നാൽ ഇന്ത്യ മൊത്തം ഞങ്ങൾ ബോംബിട്ട് തകർത്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള ക്ലെയിമുണ്ട്. ഈ ക്ലെയിം ഒന്നുകൂടെ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ, വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽഡ് മാർഷൽ പദവി, യുദ്ധവിജയത്തിൻ്റെ സമ്മാനം, ഈ ഫീൽഡ് മാർഷൽ പദവി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു യുദ്ധം, ഫുൾ ഫ്ലെഡ്ജ് വാർ, ഡിസിസീവായിട്ട് ജയിച്ച ജനറലിനാണ് ഫീൽഡ് മാർഷലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മനേക്ഷ ഏക ഫീൽഡ് മാർഷൽ. കരിയപ്പായിട്ടല്ലേ? കരിയപ്പയ്ക്ക് ഒരു ബാറ്റൺ കൊടുത്തു, 5 സ്റ്റാർ ബാറ്റൺ. പക്ഷേ ഇത് കൊടുത്തില്ല, ഫീൽഡ് മാർഷൽ എന്നുള്ള. ചിലടത്ത് ഇങ്ങനെ കരിയപ്പ 2 ഫീൽഡ് മാർഷൽമാരെന്ന് ഞാൻ വായിച്ചതായിട്ട് തോന്നുന്നു. അല്ല, അത് ഈ കോൺഗ്രസ്സുകാർ സൗജന്യമായിട്ട് കരിയപ്പയെ ഫീൽഡ് മാർഷലാക്കിയതാണ്. കരിയപ്പ വാസ് അൺഫോർച്ചുനേറ്റ്. ഈ ചൈനീസ് യുദ്ധം തോറ്റല്ലോ. അപ്പോൾ യുദ്ധം തോറ്റ ആളിന് ഈ ഫീൽഡ് മാർഷൽ പദവി കൊടുക്കില്ല. അതൊരു ഫുൾ ഫ്ലെഡ്ജ് യുദ്ധമായിരിക്കണം, അതിൽ ഡിസിസീവ് വിക്ടറി ആയിരിക്കണം. ഇത് രണ്ടും നടന്നത് മനേക്ഷയുടെ കാലത്താണ്, ചെയ്തത് മനേക്ഷയാണ്. മറ്റാരുടെയെങ്കിലും കാലത്ത് നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്കും കിട്ടിപ്പോയേനെ. കരിയപ്പയ്ക്ക് ആ ഭാഗ്യമില്ലാതെ പോയത്, ആ സ്വാതന്ത്ര്യം കരിയപ്പയ്ക്ക് നെഹ്റു കൊടുത്തില്ല. ഇന്ത്യ ചൈന യുദ്ധത്തിൽ പ്ലെയിൻസ് ഉപയോഗിച്ചില്ല, എയർഫോഴ്സ് ഉപയോഗിച്ചില്ല. എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എനിക്കറിയില്ല. എയർഫോഴ്സ് ഉപയോഗിച്ചില്ല. എയർഫോഴ്സ് ഉണ്ടല്ലോ, നമുക്ക് ഉണ്ട്, വളരെ കുറവായിരുന്നു. ഒരു പക്ഷേ എന്തെങ്കിലും അല്പസ്വല്പം ഉപയോഗിച്ച് കാണും. പിന്നെ അമേരിക്കയുടെ കരിബൂ എന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ ഒരു അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റ്. അത് കൽക്കട്ടയിൽ വന്നിറങ്ങി. 5-6 എണ്ണം ഉണ്ടായിരുന്നു. കൽക്കട്ടയ്ക്ക് അപ്പുറത്ത് അതിന് വടക്കോട്ട് അതിന് ഇറങ്ങാനുള്ളൊരു വിമാനത്താവളം പോലും നമുക്കില്ല. പക്ഷേ ആ ഇറങ്ങലിൽ തന്നെ ചൈനയ്ക്ക് മെസ്സേജ് പോയി, ബെറ്റർ സ്റ്റോപ്പ് ഹിയർ. പിന്നെ ചൈന ഏകദേശം അവരെ ആഗ്രഹിച്ച സ്ഥലമെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ കരിയപ്പ നിസ്സഹായനായി പോയി. എന്ത് ചെയ്യാൻ? ദ വാർ വാസ് റോങ്ലി ചോസൺ, റോങ്ലി സ്റ്റാർട്ടഡ്, എവറിഥിങ് വെൻ റോങ്. അതിൻ്റെയാണ് ഇവിടെ പാർലമെൻ്റ് ലൈബ്രറിയിൽ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഹെൻഡേഴ്സൺ ബ്രൂക്സ് റിപ്പോർട്ട്. അത് ആരും പുറത്തുവിടില്ല. കോൺഗ്രസ് ഭരിക്കുമ്പോൾ BJP അത് പുറത്തുവിടാൻ ആവശ്യപ്പെടും, BJP ഭരിക്കുമ്പോൾ കോൺഗ്രസ് ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ആവശ്യപ്പെടും. BJP രണ്ടുപേരും പുറത്തുവിടുകയില്ല. BJPക്ക് എന്താ പ്രശ്നം? കാരണം രണ്ടുപേർക്കും പ്രശ്നമുണ്ട്. നമ്മൾ ഈ നാഷണൽ ഐക്കൺസ് ഉണ്ടല്ലോ, ജവഹർലാൽ നെഹ്റു അടക്കം, ഇവരുടെയൊക്കെ ചെമ്പ് തെളിയും ഈ സാധനം പുറത്തു വന്നാൽ. ഹെൻഡേഴ്സൺ ബ്രൂക്സ് സാഹിബ്, അത് കൂടാതെ ഇന്ത്യയിലെ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. എല്ലാവരും ചേർന്ന് എഴുതിയ ഒരു റിപ്പോർട്ടാണത്. ആ റിപ്പോർട്ടിലെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലത്ത് പല കഷ്ണങ്ങളൊക്കെ റിലീസൊക്കെ ആയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ തന്നെ വലിയ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന റിപ്പോർട്ടാണിത്. ഹൗ വി പ്ലേഡ് വിത്ത് അവർ ഓൺ സെക്യൂരിറ്റി ആൻഡ് വി ലോസ്റ്റ് അവർ ടെറിട്ടറി. മാനവും പോയി, സ്ഥലവും പോയി, എല്ലാം പോയി. ഓൺലി ബിക്കോസ് ഓഫ് വൺ മാൻ, ജവഹർലാൽ നെഹ്റു. അപ്പോൾ അതും, പക്ഷേ ജവഹർലാൽ നെഹ്റു മാത്രമല്ല, അന്നുണ്ടായിരുന്ന പലരും വെറുതെ ചീത്തയാവും. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഹെൻഡേഴ്സൺ ബ്രൂക്ക് റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്താ എന്ന് ചോദിക്കും, എന്ന് BJP ചോദിക്കും. തിരിച്ച് BJP വാജ്പേയി അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് അങ്ങോട്ട് ചോദിച്ചു. അപ്പം ജെയ്റ്റ്ലി പറഞ്ഞു, അല്ല ഞങ്ങൾ വിടാൻ പോവുകയാണ്, താമസിയാതെ വിടും, ഞങ്ങൾക്ക് ഇങ്ങനെ പേടിയൊന്നുമില്ല എന്ന്. പക്ഷെ വിട്ടില്ല, പുറത്തു വിട്ടില്ല, ഇന്നും പുറത്തു വിട്ടില്ല. അത് ഇതുകൊണ്ടാണ് എല്ലാവരും ചീത്തയാകുന്ന ഒരു ഏർപ്പാട്.
അന്ന് BJPക്ക് സ്റ്റേക്കൊന്നുമില്ല. 62 യുദ്ധത്തിൽ BJPക്കാരും BJP നേതാക്കളോ ഇതൊന്നും ഉണ്ടാവില്ല. ബട്ട് നമ്മുടെ പട്ടാളത്തെയും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെയും അവർ വേറെ രാഷ്ട്രീയ പാർട്ടിയിലെ ആയിക്കോട്ടെ, അവർ കാണിച്ച ബ്ലണ്ടറൊക്കെ നമ്മൾ വിളിച്ചു പറയുക എന്ന് പറയുന്നത് അതൊരു ശരിയല്ലല്ലോ. അതുകൊണ്ട് ആരും അത് ചെയ്യുന്നില്ല. കോൺഗ്രസും ചെയ്യുന്നില്ല, BJP ചെയ്യുന്നില്ല. ഇപ്പോൾ ആ റിപ്പോർട്ടിനെ പറ്റി ആരും സംസാരിക്കാറുമില്ല. ഇത്രയും പ്രകോപനം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടായിട്ടും ഹെൻഡേഴ്സൺ ബ്രൂക്സ് റിപ്പോർട്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടില്ല. അതങ്ങ് വിസ്മൃതിയിലേക്ക് അങ്ങ് പോയി. അതങ്ങനെ പോയതുകൊണ്ട് ഇപ്പോൾ ഈ പുതിയ നമ്മളുടെ AI ചാറ്റ് ബോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കും ഇതറിയില്ല. കാരണം പൊതുരംഗത്ത് എന്തെങ്കിലും ചർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ജെമിനിക്ക് ഗ്രോക്കിന് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഹെൻഡേഴ്സൺ ബ്രൂക്സ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്നെ പൊട്ടനെന്ന് വിളിക്കും ആൾക്കാർ. ഇത് റിപ്പോർട്ട്. കാരണം യു ഹാവ് ടു സെർച്ച് ഇൻ ലോക്സഭ ഡിബേറ്റ്സ് ടു ഗെറ്റ്. ആ ലോക്സഭ ഡിബേറ്റിൽ പോകുമ്പോഴാണ് ഹെൻഡേഴ്സൺ ബ്രൂക്സ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ റിപ്പോർട്ട് കോട്ട് ചെയ്തുകൊണ്ട് ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ പേരൊക്കെ വന്നു വരാം. ഏതായാലും ഈ പറഞ്ഞ ഒരു ലൈവ് ഇൻഫർമേഷനായിട്ട് ഹെൻഡേഴ്സൺ ബ്രൂക്സ് റിപ്പോർട്ട് ഇപ്പോഴും നമ്മൾ ഈ ഫീൽഡ് മാർഷൽ അപ്പോൾ ഞാൻ പറയുന്നത് ഫീൽഡ് മാർഷൽ പദവി കിട്ടുന്നതോടുകൂടി അയാൾ വിജയിച്ച ജനറലാണ് എന്നുള്ളൊരു പേര് ലോക പട്ടാളക്കാരുടെ ഇടയ്ക്കെങ്കിലും പോകുമെന്ന് അയാൾ വിചാരിക്കുന്നു. അല്ലെങ്കിൽ പാകിസ്ഥാൻ തോറ്റതാണെങ്കിൽ പിന്നെ ഫീൽഡ് മാർഷൽ പദവി ആരെങ്കിലും കൊടുക്കുമോ? ആസിം മുനീറിന് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ മറ്റു പട്ടാളക്കാരും മറ്റു ജനറൽമാരും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഒക്കെ പറയുമല്ലോ, അതൊന്നും തനിക്ക് തരാനൊന്നും പറ്റില്ല. എന്താ ഈ പറയുന്നത്? ഈ നാശനഷ്ടം മുഴുവൻ ഉണ്ടാക്കിയത് തൻ്റെ ബുദ്ധിമോശം കൊണ്ടാണ് എന്നൊക്കെ പറയില്ലേ? അപ്പോൾ ഫീൽഡ് മാർഷൽ പദവി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിച്ചു എന്നാണ്. ദിസ് ഇസ് ദ എവിഡൻസ്. അതാണ് അതിൻ്റെ രാഷ്ട്രീയ. പാകിസ്ഥാൻ സമ്പൂർണ്ണമായിട്ട് ജയിച്ചു എന്നതിൻ്റെ തെളിവ് എന്താ? ആസിം മുനീർ ഫീൽഡ് മാർഷലായി. തെളിവായി എന്ന് വാദിക്കാൻ ഇപ്പുറത്ത് ഇന്ത്യയിലും ആളുണ്ടാവും. കണ്ടില്ലേ, അയാൾ ഫീൽഡ് മാർഷലായി. നിങ്ങൾ എന്ത് ചെയ്തു? എത്ര വിമാനം പോയി നിങ്ങൾക്ക്? അതെ, രാഹുൽ ഗാന്ധി ചോദിക്കലില്ലേ എത്ര പോയി? അവരുടെ എത്ര പോയി എന്ന് ചോദിക്കലുണ്ടോ? ഇല്ല. ഞാനിതാണ് പറഞ്ഞത്. നമ്മുടെ ഈ ഡെലിഗേഷനൊക്കെ പോകുന്നില്ലേ, ഈ ഡെലിഗേഷന് ഇപ്പോൾ സാധാരണ ഇതിൽ ആ മര്യാദയുള്ള രാജ്യങ്ങൾ ചെയ്യില്ല. ഒരാൾ ചെയ്യണമെന്ന് ഒരു തമാശ വിചാരിച്ചെന്ന് വെച്ചു മനസ്സിൽ. അവർ ഈ ഒവൈസിയുടെ പ്രസംഗം, ശശി തരൂരിൻ്റെ പ്രസംഗം, മഹുവ മൈത്രയുടെ പ്രസംഗം, ഇതിൻ്റെ ക്ലിപ്പിങ്സ് ഇവരെ കേൾപ്പിച്ചാൽ മതി. ഇതാ നിങ്ങളുടെ നാട്ടുകാർ. പാകിസ്ഥാനും വെറുതെ ഇരിക്കുകയല്ല. പാകിസ്ഥാൻ ഒരു 260 ക്ലിപ്പ് അയച്ചു കൊടുക്കും ഈ രാജ്യങ്ങൾക്കെല്ലാം, വീഡിയോ ക്ലിപ്പ് ബൈ ഇന്ത്യൻ പൊളിറ്റീഷ്യൻ. ദ മാൻ വിത്ത് എ ദാഡി സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു, അയാൾ പറഞ്ഞ കാര്യം. മോദി ഈസ് എ ബുച്ചർ, എ ഫാസിസ്റ്റ്, കില്ലിങ് മുസ്ലിംസ്. ഞങ്ങളല്ല ഇത് പറയുന്നത്, അവരുടെ കൂടി ആ പുറകിലിരിക്കുന്ന താടിക്കാരനില്ലേ ഒവൈസി, അയാളുടെ വീഡിയോ ക്ലിപ്പാണിത്. എന്നിട്ട് അയാളിപ്പോൾ വന്നിട്ട് ഞങ്ങൾ മോശക്കാരാണെന്ന് പറയുന്നത്. ഇയാൾ തന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു മുഖത്തടിയാണോ ഇയാളെ ഫീൽഡ് മാർഷലാക്കൽ വഴി പാകിസ്ഥാൻ ചെയ്തു? ഒന്നുമില്ല. പോയി അയാൾ ഭൂലോക വില്ലാളി വീരനാണെന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർക്കും കിട്ടണം. നമ്മളെ തോൽപ്പിച്ചു എന്നല്ലേ പറയുന്നത്? എന്ന് അയാൾ പറഞ്ഞാൽ പോലും അയാൾ ഈ ലോകത്തെ മനുഷ്യർക്ക് മുഴുവൻ ഈ സംഗതി അറിയാം. ഞാൻ ജയിച്ചു സർക്കസുകാരൻ വീണ് കഴിയുമ്പോൾ ഇന്ദത്തെ എന്ന് പറഞ്ഞ് വീഴും. അതൊരു സർക്കസാണ് എന്ന് പറയാനായിട്ട്. ഇത് മറ്റു നാട്ടുകാർക്ക് അറിയാം. പിന്നെ അവരൊന്നും മിണ്ടില്ല. നമ്മുടെ ക്ലെയിമിനെ പറ്റിയും ആരും ഒന്നും പറഞ്ഞിട്ടില്ല, അവരുടെ ക്ലെയിമിനെ പറ്റിയും ആരും ഔദ്യോഗികമായിട്ടൊന്നും മിണ്ടില്ല. ബട്ട് ഗോ ബൈ ഡിഫൻസ് എക്സ്പേർട്സിൻ്റെ അനാലിസിസ് നോക്കുക, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ രണ്ടുപേരുടെ അനാലിസിസ് നോക്കുക. അവർ പറയുന്നത് ഡിസിസീവാണ് ഇന്ത്യയുടെ വിജയം. ഇവിടെ വെച്ച് എന്തിനു നിർത്തി, പിന്നെ എവിടെ വെച്ച് നിർത്തണം? ഇപ്പോൾ എല്ലാവരും പറയുമല്ലോ നമുക്ക് അപ്പർ ഹാൻഡ് ഉള്ളപ്പോൾ നിർത്തിയതില്ല, നമുക്ക് ലോവർ ഹാൻഡ് ഉള്ളപ്പോഴാണോ നിർത്തേണ്ടത്? അതെ, അപ്പർ ഹാൻഡ് ഉള്ളപ്പോഴല്ലേ നിർത്താൻ പറ്റുള്ളൂ. അവിടെ വേണമല്ലോ നിർത്താൻ. അതല്ല, നിങ്ങൾ എന്തിനു നിർത്തിയെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് തീരുമാനിക്കണം. നമ്മളൊരു ലക്ഷ്യം തീരുമാനിച്ചാൽ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നിർത്തണമല്ലോ. അതോ നിതാന്തമായിട്ട് ഇങ്ങനെ ബോംബിട്ടുകൊണ്ടിരിക്കാൻ പോകണം? അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പം എന്തിനു നിർത്തി, നമുക്ക് അപ്പർ ഹാൻഡ് ഉള്ളപ്പോൾ നിർത്തി. അത് കേൾക്കുമ്പോൾ എനിക്ക് ഈ കൗണ്ടർ ചോദ്യമാണ് മനസ്സിൽ വരുന്നത്. അപ്പർ ഹാൻഡ് ഉള്ളപ്പോൾ വേണം നിർത്താൻ, അല്ല നമ്മൾ തോറ്റു നിൽക്കുമ്പോഴാണോ യുദ്ധം നിർത്തുന്നത്? ഇതിപ്പോൾ നമ്മൾ നാടൻ ഭാഷ പറയുമല്ലോ, ആൻറ്റി വലിയ അടിക്കാരനാണെന്ന് ആൻറ്റി തന്നെ പറയുന്ന പോലെ ആസിം മുനീർ സ്വയം ഫീൽഡ് മാർഷലായി.
സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പാകിസ്ഥാൻ്റെ സ്ഥിതി അതാണ്. അതെ. പക്ഷെ പാകിസ്ഥാനിലെ സൈന്യത്തിന് അറിയാമല്ലോ ഇത് വെറും ഫേക്കാണ് എന്ത്. അപ്പോൾ അവർക്കിടയിൽ ഒരു തെറ്റായ മെസ്സേജ്, ഒരു അസ്വസ്ഥത ഉണ്ടാവും. അതാണ് ആസിം മുനീറിൻ്റെയും മറ്റ് പാകിസ്ഥാനിലെ ജനറൽമാരുടെയൊക്കെ കഴിവ്. ഈ എത്ര അട്ടിമറി നടന്നു പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ. ഈ മുസ്ലിം ജനറൽമാർ പൊതുവെ വളരെ ക്രൂരന്മാരും അട്ടിമറി നടന്നിട്ട് താഴെയുള്ളവരെ ചവിട്ടി അരച്ച് മുകളിലേക്ക് കയറി വരും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. ദേ നെവർ മൈൻഡ് ടു ബൈപാസ് ദെയർ ബോസ്. നാളെ ആസിം മുനീറിനെ മറിച്ചിട്ടിട്ട് വേറൊരാൾ അധികാരത്തിൽ വന്നു വരും. പട്ടാള അട്ടിമറി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പിന്നെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരുപാട് ചട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. നേവി, എയർഫോഴ്സ്, ആർമി. ഈ 3 പേരും പ്രസിഡൻ്റ് അറിയാതെ ഒരു സ്ഥലത്ത് കൂടാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് ചട്ടങ്ങളുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഒരു കൾച്ചർ, അധികാരം തലയ്ക്ക് പിടിക്കും. മനുഷ്യൻ്റെ ബേസിക് സ്വഭാവമാണ്. അപ്പോൾ അത് തലയ്ക്ക് പിടിച്ച് അവിവേകം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടവട്ടങ്ങളും. പിന്നെ അതിന് പുറത്ത് ഇപ്പോൾ നേരത്തെ ഇല്ലായിരുന്നു, നമുക്കിപ്പോൾ CDS ഉണ്ട്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഉണ്ട്, ഹു വിൽ കോർഡിനേറ്റ് വിത്ത് ഓൾ 3. മറ്റേത് 3 പേരും ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. 3 പേരും ഇൻഡിപെൻഡൻ്റ്ലി റിപ്പോർട്ടിംഗ് ടു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതായിരുന്നു നമ്മുടെ സിസ്റ്റം. പിന്നീടാണ് ഇപ്പോഴാണ് 3-4 വർഷമല്ലേ അതെ CDS വന്നിട്ട് അധികകാലമായിട്ടില്ല, ഒരു കോമൺ കമാൻഡ് വന്നിട്ട്. സോ അത് അവർ അത്തരം ക്രൂരത കാണിക്കും, അട്ടിമറിക്കും. തൊട്ട് മുകളിലുള്ള ബോസിനെ ഉരുട്ടിയിട്ടിട്ട് അധികാരം എടുക്കുക. അതിൻ്റെ വലിയ ചരിത്രം 2 പേർക്കും ഉണ്ട്, ബംഗ്ലാദേശിനും ഉണ്ട്, പാകിസ്ഥാനും. ഏതായാലും കൃത്യമായ ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടാണ് ആസിം മുനീറിൻ്റെ ഈ പുതിയ പദവി എന്ന് അവർ വിചാരിക്കുന്നു. ബട്ട് ഈ പ്രൊപ്പഗാൻഡ വളരെ ചീപ്പായിപ്പോയി, വളരെ ചീപ്പായിപ്പോയി. എനിക്ക് തന്നെ മെഡൽ സമ്മാനിക്കുക എന്ന് പറഞ്ഞാൽ ലോകം എന്താ വിചാരിക്കുക എന്നെ പറ്റി? അത് പാകിസ്ഥാനെ സംബന്ധിച്ച് അത് ഒരു ആഭരണമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.